ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുമ്പോൾ ടൂർ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ടൂർ ഒരു മുള്ളിയേട്ടമ്പോൾ ഗുരുവായൂർക്ക് വിട്ടാലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഓക്കെ എൻ്റെ ഇഷ്ടം അങ്ങനെയാണ്, നമുക്ക് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ തറവാട്ടിലൊക്കെ തൊഴുന്നേരം നേരെ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പിടിച്ചിട്ടോ. അങ്ങനെ ഗുരുവായൂർ എത്തിയപ്പോഴും നല്ല തിരക്കാണ്, റൂമൊന്നും കിട്ടാല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടോ. അങ്ങനെ റൂം ശരിയാക്കാൻ പോയപ്പോൾ ഇതേ അവിടെ കുട്ടികളെ അരങ്ങേറ്റൊക്കെയുള്ള കുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി കണ്ടിട്ടുമ്പോൾ അമ്പാടി അവർക്ക് ചുറ്റും വട്ടം ചുറ്റി നടക്കുകയാണ് കേട്ടോ. രോഹിണി നക്ഷത്രമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമൊക്കെ ശരിയായതിന് ശേഷം ഒന്ന് ഡ്രസ്സ് മെയിലെഴുകി മാറ്റിയതിന് ശേഷം ഞങ്ങൾ വേഗം തൊഴാൻ പോകുന്നു. അപ്പോൾ അതേ മുന്നേ തന്നെ പഴയുടെ രുചിൻ്റെ ചായക്കടന്ന്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ കണ്ണനെ കാണാൻ പോയിട്ട് ദീപാരാധന സമയത്ത് തന്നെ നല്ല രീതിയിൽ ഭഗവാന്റെ ദർശനം കിട്ടി. ആ സമയം ലൈന് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നാലമ്പലത്തിൻ്റെ മുന്നിൽ ചെന്ന് വഴിപാടൊക്കെ സമർപ്പിച്ച് നല്ല രീതിയിൽ തൊഴുതിറങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞ ശേഷം രാത്രി ശിവേലിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. തൃപ്പുകയൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഇതേമ്പോൾ അമ്പാടി ഇവിടെ ഓടിക്കളിക്കുന്നു കേട്ടോ. രാത്രിയൊക്കെ ആൾക്ക് പകൽ പോലെ 10-11 മണിയായിട്ട് അമ്പലമുറ്റത്ത് ഓടിക്കളിക്കുക. പിന്നെ രാത്രി കണ്ണനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടാണ്. പിന്നെ പുലർച്ചെ ആ രാത്രി സമയത്ത് തന്നെ എന്താ പറയുക, നിർമ്മാല്യം തൊഴാനുള്ള വരി ഇങ്ങനെ ആൾക്കാർ ഇരുന്നുകൊണ്ടിരിക്കുക, അത്രയും തിരക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഏട്ടാ നമുക്ക് പുറത്ത് തൊഴാൻ മക്കളായിട്ട് പോലെ റിസ്ക് ആയിട്ട് നിർമ്മാല്യം തൊഴാനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നാൽ പുറത്തേക്ക് പോയിക്കോളൂ, ഞാൻ മൂപ്പര് നാട്ടിലുള്ള ആളെ, നാട്ടിലില്ലാത്ത ആളല്ല. അപ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ ഞാൻ പിന്നെ എനിക്കും ഇപ്പോൾ തൊഴാലോ. അപ്പോൾ മക്കൾ സമ്മതിക്കില്ല, ഞാൻ ഓരോയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണം കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലപോലെ തൊഴാൻ പറ്റില്ല. അപ്പോൾ ഏട്ടൻ പോയി തൊഴുതോളൂ, ഞാൻ അവിടെ കാരണം. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നിട്ടാണ്. അപ്പോൾ ഏട്ടൻ പുറത്ത് തൊഴാൻ പോയി. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, പക്ഷേ ഇത്തിരി മുല്ലപ്പ് മേടിക്കാൻ പറയുന്നല്ലോ, അത് മറന്നുപോയി. പക്ഷേ ആൾ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഒരു 7 മണിയായപ്പോൾ തന്നെ ഏട്ടൻ തൊഴുതെത്തി ദേ മുല്ലപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ദേ കണ്ണനെ കണ്ടോ, പണ്ടിൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഒരു കണ്ണുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ മോൻ്റെ കൈയൊക്കെ തട്ടിയിട്ട് വീണ് പൊട്ടിപ്പോയി. ഞാൻ റേക്കിൻ്റെ മുകളിൽ വെച്ച് എപ്പോഴും കൊണ്ടെടുക്കുന്ന കണ്ണനായിരുന്നു. പിന്നെ എപ്പോൾ ഗുരുവായൂരെന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് ഇതേപോലത്തെ ഒരു മുഖം, നമുക്കൊരു ചില മുഖം കാണുമ്പോൾ കണ്ണൻ്റെ അല്ലേ കുട്ടിത്തല മുഖം കിട്ടില്ല, അതുപോലെയുള്ള ഒരു കണ്ണൻ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയതേ ഇല്ല കേട്ടോ. പക്ഷേ ഏട്ടന് എൻ്റെ ഈ ആഗ്രഹം പണ്ടേ അറിയാവുന്നതുകൊണ്ട് അതൊക്കെ വാങ്ങിയ ആൾ സർപ്രൈസായിട്ട് എൻ്റെ ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ കുളിച്ച് മാറ്റിയതിൻ്റെ ശേഷം ഞങ്ങളും കൊണ്ട് നേരെ ഏട്ടൻ ചായക്കട പോയി ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇതേ വരി ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ കുറേ നേരം അവിടെ പുറത്തൊക്കെ തൊഴുതു ഇങ്ങനെ നടന്നു. എന്നിട്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ദാഹം മാറ്റാനായിട്ട് മോരും വെള്ളം അവിടെ സംഭാരം കൊടുക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നേ. അത് കുറച്ച് കുടിച്ച് ചൂടത്തെ സംഭാരം കുടിക്കുമ്പോൾ സുഖം കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ വരിയൊക്കെ ഒന്ന് അന്നദാനം കഴിച്ചു. അന്ന് നല്ല മോരുകറിയും ചൊറിയും നല്ല രസമുണ്ടായിരുന്നേ. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ തൊഴാൻ വരി നിന്നു കേട്ടോ. അപ്പോൾ ഈ ഉച്ചക്കത്തെ ലാസ്റ്റ് വരിയെന്നു കേട്ടോ. ഏകദേശം ലൈൻ ക്ലോസ്ഡ് എന്ന് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബോർഡ് പിടിച്ചവരിങ്ങനെ നിൽക്കുമല്ലോ, അപ്പോഴാണ് കയറി കഴിഞ്ഞിട്ടോ. ആ ഭാഗ്യത്തിന് ആ കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് എന്താ പറയുക, അന്നും നല്ല രീതിയിൽ ഒന്ന് ഏട്ടൻ്റെ പിറന്നാൾ ഇന്നിട്ടോ. ഇന്നലെ വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് ഞങ്ങൾ ഇവിടെ എത്തിയത്. അത് കഴിഞ്ഞ് പിറ്റേ ചേട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. അത് കഴിഞ്ഞ് തൊഴുതു. പിന്നെന്താ ഞങ്ങൾ കണ്ണനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.